ലോക പേവിഷബാധ ദിനവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലാതല പരിപാടികളുടെ ഉദ്ഘാടനം നീലേശ്വരം കോട്ടപ്പുറം ശ്രീ വൈകുണ്ഠേശ്വര ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. നീലേശ്വരം നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ വി ഗൗരി ഉദ്ഘാടനം നിർവഹിച്ചു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. പേവിഷബാധക്കെതിരായുള്ള വാക്സിൻ കണ്ടുപിടിച്ച ലൂയി പാസ്ചറുടെ ചരമദിനമായ സെപ്റ്റംബർ 28-നാണ് എല്ലാ വർഷവും ലോക പേവിഷബാധ ദിനമായി ആചരിച്ചു വരുന്നത്. ഓരോ വർഷവും അനേകം പേരുടെ മരണത്തിനിടയാക്കുന്ന പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹിക ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് പേവിഷബാധ. ഇന്ത്യയിൽ ഏകദേശം 20,000 പേർ പ്രതിവർഷം ഈ രോഗം ബാധിച്ച് മരണപ്പെടുന്നുണ്ട്. വളർത്തുമൃഗങ്ങളായ പട്ടി, പൂച്ച എന്നിവയിൽ നിന്നാണ് 99% പേർക്കും പേവിഷബാധയുണ്ടാകുന്നത്. കുരങ്ങ്, അണ്ണാൻ, കുറുക്കൻ, ചെന്നായ എന്നീ മൃഗങ്ങളിൽ നിന്നും പേവിഷബാധ ഉണ്ടാകാറുണ്ട്. ലോക പേവിഷബാധ ദിനവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലാതല പരിപാടികളുടെ ഉദ്ഘാടനം നീലേശ്വരം കോട്ടപ്പുറം ശ്രീ വൈകുണ്ഠേശ്വര ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ചടങ്ങ് നീലേശ്വരം നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ വി ഗൗരി ഉദ്ഘാടനം ചെയ്തു. ആയിക്കോട്ടെ, ഈ മണ്ണ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ആളുകൾക്ക് അത് വിൽക്കാനുള്ള അവകാശമുണ്ട്. പട്ടിക്കും പൂച്ചക്കും അതുപോലെ തന്നെ പാമ്പിനും പഴുതാർക്കും ഒപ്പം മനുഷ്യരെല്ലാം തന്നെ ജീവിക്കാൻ അവകാശമുള്ള ഈ മണ്ണ് മനുഷ്യരാണ് ഇതിന്റെ എല്ലാം വേദനകൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൃഗസംരക്ഷണം എന്ന് പറയുന്നത് കുറെ വൃത്തികളും പരിസ്ഥിതി പ്രവർത്തകരും പരിസ്ഥിതി സ്നേഹമുള്ളവരെല്ലാം തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ണ് ഈ നാടും ഇതുപോലെ നിലനിർന്നു പോകുന്നത്. ചടങ്ങിൽ കോട്ടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബി നിഷ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ സന്തോഷ് ബി മുഖ്യപ്രഭാഷണം നടത്തി. നീലേശ്വരം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രഞ്ജിത് കുമാർ ടി ദിനാചരണ സന്ദേശം നൽകി. ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ പി ഹസീബ് സ്വാഗതവും ഹെൽത്ത് സൂപ്പർവൈസർ അജിത് സി ഫിലിപ്പ് നന്ദിയും പറഞ്ഞു. നീലേശ്വരം നഗരസഭാ കൌൺസിലർ റഫീഖ് കോട്ടപ്പുറം, PHSC പ്രിൻസിപ്പൽ പി ജയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന ബോധവൽക്കരണ സെമിനാറിൽ നീലേശ്വരം താലൂക്ക് ആശുപത്രി ഫിസിഷ്യൻ ഡോക്ടർ ബിനോ ജോസ്, മിഷൻ റാബീസ് എഡ്യൂക്കേറ്റർ ജിഷ്ണു എന്നിവർ ക്ലാസ് എടുത്തു. തുടർന്ന് മാസ്റ്റർ ഹൃദയദേവ് നയിച്ച ബോധവൽക്കരണ മാജിക് ഷോ അരങ്ങേറി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യം, ദേശീയ ആരോഗ്യ ദൗത്യം, GHSS കോട്ടപ്പുറം NSS യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ GHSS കോട്ടപ്പുറം വിദ്യാർത്ഥികൾ, അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യം ഡോക്ടർ രാംദാസ് എവി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.